എത്രത്തോളാണ് നിങ്ങളുടെ ഒരു ബ്രൈഡ് ഇൻറ്ററാക്ഷൻസ് വരാ വെൻ ഇൻ ടേംസ് ഓഫ് സ്കിന്നിൻ്റെ കാര്യത്തിൽ? ഇറ്റ്സ് ലൈക്ക് എ മെയിൻ്റനൻസ് റൂട്ടീൻ, ലെറ്റ് മീ പുട്ട് ഇറ്റ് ദാറ്റ് വേ. ഐ ഡ്രോപ്സ് വരെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യണം ഈ ഒരു ടാബ്ലറ്റ് കഴിക്കാൻ. I tell them, please ask your doctor that my date is this exactly, so how long should I stop? Anywhere outside, I think India or Kerala, they need a license to do this. ബ്രൈഡൽ മേക്കപ്പ് വന്ന് ചോദിക്കുന്ന കാറ്റഗറി ഓഫ് പെൺകുട്ടികൾ ഇപ്പോഴും ഫേസ് വാഷസ് ഉപയോഗിക്കുന്നില്ല. പണ്ടൊന്നും അങ്ങനെയല്ല. I have to have this much makeup on to go anywhere. Skin type, yes, matters. ഹായ്, ഞാൻ ഡോക്ടർ നിലോഫർ, CEO, ഫൗണ്ടർ Jafer. ഇന്ന് എൻ്റെ കൂടെ renowned മേക്കപ്പ് ആർട്ടിസ്റ്റ് ഫിദ, ജാഫർ and Mozma Muneer is joining me on an awareness program for brides. Hi, I'm Fidha Jafer. I'm a bridal makeup artist. I'm from Calicut. I've been in the business for 10 years. I'm a salon owner as well. So thank you for having me on the show. Pleasure. And hi, I'm Mozma Muneer. The Glam Up Studio nanu page inde pere. And I have 3 beautiful kids, a husband who's a groom stylist, and we both own a salon as well. And thank you for having us here. The pleasure is all mine. In fact, ഈ സീസണിൻ്റെ ഒരു കാര്യം കൂടിയാണ് ഈ ബ്രൈഡിന് വേണ്ടിയിട്ടുള്ളൊരു അവെയർനെസ് പ്രോഗ്രാം. ബിക്കോസ് അൺഫോർച്ചുനേറ്റ്ലി കുറേ ബ്രൈഡ്സ് നിങ്ങളുടെ ഒരു കുറ്റത്തിൻ്റെ ലിസ്റ്റും കൊണ്ട് ഞങ്ങളുടെ ക്ലിനിക്കിലോട്ട് വരും. ബിക്കോസ് ഇവർ ഈ ബ്രൈഡ്സിൻ്റെ ഒരു സ്കിൻ കെയർ പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്ത് അവരൊക്കെ ഒന്ന് നന്നാക്കി എടുത്തു കഴിഞ്ഞിട്ട് we hand it over to the makeup artist, and then I think the post makeup they break out and they have a lot of skin issues and they come back to us sitting and complaining about makeup artists, where I know the fact that ഞങ്ങളാണ് ഇവിടെ culprits എന്നുള്ളത്. So here at this podcast, I really, at the end of this session, I really hope our audience have a clear understanding that as brides, we have a responsibility equally well to take care of the brides that day and post after that. Well, I also wanted to have an understanding where you can give me a lot of ഒരു insight where എത്രത്തോളാണ് നിങ്ങളുടെ ഒരു ബ്രൈഡ് ഇൻറ്ററാക്ഷൻസ് വരാ വെൻ ഇൻ ടേംസ് ഓഫ് സ്കിന്നിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുന്നത് തൊട്ട് നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ഇൻട്രാക്ഷൻസ് വരാ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോഡ്കാസ്റ്റ്. സോ ടു ബിഗിൻ വിത്ത് എ ക്വസ്റ്റ്യൻ, when exactly the brides come and meet you, understanding that you guys are in demand, നമ്മളെപ്പോഴും അവിടെ ഉണ്ടാവും, നിങ്ങളുടെ ഡേറ്റും നിങ്ങളുടെ ഒരു സമയമൊക്കെ കിട്ടാനായിരിക്കും അവർ ഏറ്റവും കൂടുതൽ നേരത്തെ വന്ന് നിങ്ങൾ ബുക്ക് ചെയ്യുക. അന്ന് നിങ്ങൾ ചോദിക്കോ വല്ല ഡെർമാറ്റ്സിനെ കാണോ കോസ്മെറ്റോളജിസ്റ്റിനെ കാണോ? സോ കെൻ യു ഗിവ് മീ ആൻ അണ്ടർസ്റ്റാൻഡിംഗ് ഹൗ ഡു യു ഡീൽ യുവർ ബ്രൈഡ്സ്? We usually get booked mostly 1 year before or 6 months before or maybe 1.5 years before. അപ്പോൾ അവർ വെഡ്ഡിങ് ഡേറ്റ് ഫിക്സ് ആകുമ്പം we are there, but we only meet our brides 3 months prior or 2 months prior. പിന്നെ അഥവാ they are out of country, they come to personally meet us only 2 weeks before. അപ്പം അതൊരു ചാലഞ്ചാണ്. ആൻഡ് വി ഓൾവേസ് വെനെവർ വി ഹാവ് എ മീറ്റിംഗ് ആ ബ്രൈഡിനോട് എന്താ ഡിസ്കഷൻ, ലൈക്ക് ഹൗ ദ ലുക്ക് ഷുഡ് ബി, അതെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ടൈം വി ഓൾവേസ് ആസ്ക് ദം അവരോട് ഡെർമാറ്റിനെ കൺസൾട്ട് ചെയ്യുന്നുണ്ടോ, ഹൗ ഇസ് ദ സ്കിൻ, എവറിത്തിങ്. പക്ഷെ നമ്മൾ അന്നത്തെ ഡേ കാണുമ്പം ഇറ്റ് മൈറ്റ് ബി എ ഡിഫറെൻറ്റ് കേസ്. ലൈക്ക് യു സെഡ്, നമ്മളെ കംപ്ലയിൻസ് ആയിട്ട് ബ്രൈഡ്സ് വരുന്ന അതേപോലെ same thing happens to us, vice versa, because you said that the complaints are coming to you. For us the complaints are coming. It's funny that it's the role reversal aanu. The brides who I have met 2 or 3 weeks before for a meeting, and she would have had amazing skin, right? adu kazhinja njan bride-ine chair-il irunnu kaanumbam she's telling me she went to this place, this dermatologist, and she did some treatment apparently. അതെന്തായിരുന്നു അതിൻ്റെ റിസൾട്ട്? അവർ എക്സ്പെക്ട് ചെയ്തത് ഗ്ലോയി സ്കിൻ അതൊക്കെയാണ്. പക്ഷേ നേരെ ഫുൾ ആ ബാരിയർ ബ്രേക്കായി. ഒരു ചെറിയ പ്രോബ്ലം എന്താണെന്നറിയോ, ഈ ബ്രൈഡ്സിന് അറിയണമെന്നില്ല ഇന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഇത്ര നാളൊരു ഡൗൺ ടൈം കഴിഞ്ഞതിന് ശേഷമേ നല്ല സ്കിന്ന് വരുള്ളൂ, അന്നേ മേക്കപ്പ് ഇടാൻ പാടുള്ളൂ. തലേ ദിവസം വന്ന് ഹൈഡ്രാഫേഷ്യൽ ചെയ്യുന്നവർ പ്രോബബ്ലി നമ്മുടെ അടുത്തും വന്ന് പറയുന്നുണ്ടാവില്ല നാളെ ബ്രൈഡെന്നോ ഈ ആഴ്ച മൈലാഞ്ചി ഉണ്ടെന്നോ. മോസ്റ്റ്ലി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറയാ അത് ആർ യു ഡൂയിങ് എനി ഫേഷ്യൽ? My dermat suggested hydrafacial അവരുടെ ക്ലിനിക്കിൽ നിന്ന് ചെയ്താൽ മതി. Being a dermat, can I tell you something? Brides ഒരിക്കലും
ഈ കല്യാണ സമയം നോക്കിയിട്ട് ഹൈഡ്രാഫേഷ്യൽ ചെയ്യരുത്. Please note it, guys. നോർമൽ ഫേഷ്യലാണ് ഈവൻ നമ്മളും റെക്കമെൻഡ് ചെയ്യുള്ളൂ. ആൻഡ് ഹൈഡ്രാഫേഷ്യൽ itself is an altogether a different topic that we need to discuss, that it's not really a one-stop solution for This all is skin how they types. treat it. No. They is say that, really you know, bad, yeah. anything what I tell them, they'll be like, we are doing hydrafacial. Like whatever, what are their challenges? They are not understanding that. എന്താണ് പ്രശ്നം എന്നല്ല, സൊല്യൂഷൻ എല്ലാ പ്രശ്നത്തിന്റെയും എൻ ഗോളിൽ എത്തുന്നത് അവർ ഹൈഡ്രാഫേഷ്യലാണ്. ഹൈഡ്രാഫേഷ്യൽ നല്ലതാണ്. Exactly. പക്ഷെ എന്ത് സ്കിൻ ടൈപ്പിന് എന്ത് ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്ത് ഇതിന് മുന്നേ ഇറ്റ്സ് ലൈക്ക് എ മെയിൻ്റനൻസ് റൂട്ടീൻ. ലെറ്റ് മീ പുട്ട് ഇറ്റ് ദാറ്റ് വേ. ആ മെയിൻ്റനൻസ് റൂട്ടീൻ, ആ സ്കിൻ കെയറിൻ്റെ എനിക്ക് ഹൈഡ്രാഫേഷ്യലിൻ്റെ ഒരു സ്റ്റെപ്പാണ് ഒരു ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ഒക്കെ ഒരു പീല് വരും. ആ പീലിൻ്റെ ഒരു എക്സ്ഫോളിയേഷൻ ഒരു സ്റ്റേജ് ഉണ്ട് വേർ ദ സ്കിൻ ആക്ച്വലി ഡിപ്സ്. ഒരു കോംപ്ലക്ഷനും എല്ലാം ഡിപ്പ് ചെയ്തിട്ടാണ് സ്കിന്ന് പിക്ക് ചെയ്യുക. ആ ഡിപ്പ് ചെയ്യുന്ന സമയത്താണ് മേക്കപ്പ് ചെയ്യണമെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി നിങ്ങളെ ആലോചിക്കുള്ളൂ. നിങ്ങളാണ് എനിക്കൊരു ഗ്രേ ടോൺ വരും, പിഗ്മെന്റ് മാറും. ഈ രാവിലെ മേക്കപ്പ് എല്ലാം knowledge for me, because I would like wonder എന്താ സംഭവിച്ചേ, ഇസ് ഇറ്റ് മൈ പ്രൊഡക്റ്റ്, വാട്ട് ഈസ് ഹാപ്പനിങ്, ആ സ്കിൻ എന്താണ് ഗ്രേ ആണ്. ബിക്കോസ് സൺസ്ക്രീന് നമുക്ക് മേക്കപ്പിന് മുമ്പ് ബ്രൈഡ്സിന് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഈവൻ ദോ ദേ ആർ ഗോയിങ് ഫോർ ഔട്ട്ഡോർ ഇവൻറ്റ്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഇറ്റ് സൺസ്ക്രീനിൽ എന്തോ ഇൻഗ്രീഡിയൻറ്റ് ഇസ് ദർ ദാറ്റ് മേക്സ് ദ സ്കിൻ എന്താ പറയുക ഓക്സിഡൈസ് ആവും, ഗ്രേ ആവും, എല്ലാം ആവും. സോ this is a new knowledge. ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. there are edible sunscreens, polypodium content ഉള്ള edible sunscreens. Yes, she told that day, I remember this. അപ്പോൾ അത് ഇപ്പോൾ അങ്ങനെ ഒരു ഔട്ട്ഡോർ ലെറ്റ്സ് സേ ഇപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡിങ്സ് ആണ്, ഒരു ബീച്ച് വെഡിങ് ഒക്കെ ആണെങ്കിൽ യു കൻ പ്രോബബ്ലി പ്രിസ്ക്രൈബ് ദാറ്റ് യുവർ ബ്രൈഡ്സ് ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ മേക്കപ്പ് അത് കുറച്ച് കഴിഞ്ഞ് വെയിലൊക്കെ കൊണ്ടത് ഡള്ളായി പോകാം. ഇറ്റ്സ് നോട്ട് ദാറ്റ് യു ഗൈസ് ആർ ഗോയിങ് ടു ട്രാവൽ വിത്ത് ദ ബ്രൈഡ്സ്. എന്തൊക്കെ പറഞ്ഞാൽ അവരുടെ ടൂൾസ് ഒക്കെ വെച്ച് ഉപയോഗിച്ചിട്ടായിരിക്കും. ഓസ്ക്രീൻ എന്നൊരു പ്രോഡക്റ്റ് ഉണ്ട്, ഓൺലൈൻ അവൈലബിൾ ആണ്. ഹീലിയോ കെയർ ആണ് ദ മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ദേ കൻ കീപ് യൂസിങ്. ഐ വുഡന്റ് സജസ്റ്റ് ദാറ്റ്. പക്ഷേ എക്സ്ട്രീം സൺ എക്സ്പോഷർ ആണ്, നിങ്ങൾക്ക് ഒരു സൺസ്ക്രീൻ ഇടാൻ പറ്റില്ല. Rare occasions you can definitely use. I know the issues illa, but just giving you an extra tip for your brides. Oh, thank you. പക്ഷേ ബ്രൈഡ്സിൻ്റെ അടുത്ത് it's a request from the dermats that I would ideally request you guys to, in fact, ആ ടച്ച് പോയിന്റ് കിട്ടുമ്പോൾ തന്നെ എന്തെങ്കിലും അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് with people like us. You need to give them an awareness that whatever procedure, if glow and exfoliation or whatever procedure ആണെങ്കിൽ മിനിമം ഒരു 3 ആഴ്ച മുന്നേ നിർത്തണം എന്നുള്ളത്. Okay, that's important, that you need to put a word across so that we will also be saved. In fact, normal skin type. Doctor, I think you know what you should tell the brides. This can be an informative session for them. Like we briefing them one-on-one, we might miss out on something. So you can tell us as well that, you know, how, let's say, a normal skin type to acne prone to some problematic, like a extreme case. അങ്ങനെ ആകുമ്പോൾ how like എത്ര കാലം മുന്നേ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യണം, എത്ര മാസം അതിന് ഡൗൺ ടൈം എക്സ്പെക്ട് ചെയ്യണം, എപ്പം ട്രീറ്റ്മെന്റ്സ് നിർത്തണം. ഇതിപ്പോൾ ഞാനും പറഞ്ഞാൽ നിങ്ങളുടെ അതേ പ്രോബ്ലം എനിക്കും ഉണ്ട്. ഓക്കെ, ഈ ലാസ്റ്റ് മിനിറ്റ് വന്നിട്ട് ഒരു അൺറിയലിസ്റ്റിക് അപ്രോച്ച് എടുത്തിട്ട് അടുത്ത ആഴ്ച ലെറ്റ്സ് ഒരു മാസത്തിനുള്ളിൽ കല്യാണം ഉണ്ട്, കുട്ടീനാകെ മൊത്തം ഒന്ന് വൈറ്റ് വാഷ് അടിച്ച് തരണം എന്ന് പറയും. ആ ഒരു ടോൺ ടു ദി അവർ ആക്ച്വലി ഉദ്ദേശിക്കുന്ന വീട്ടുകാർ ഗ്ലോ, അതാണ് ടിപ്പിക്കൽ വാക്ക് ഉദ്ദേശിക്കുന്ന ഗ്ലോ. പക്ഷെ ആ ഗ്ലോ കിട്ടണമെങ്കിൽ ആ ക്വാളിറ്റി സ്കിന്നിൻ്റെ ബാക്കിലും കറക്റ്റ് ആയിരിക്കണം. നല്ല സ്കിൻ ടൈപ്പിനെ ചിലപ്പോൾ ഞങ്ങളൊരു പീലിട്ട് കൊടുത്താൽ തന്നെ ഒരു ഗ്ലോ കിട്ടാം. പിന്നെ there are something called baby botox and all that, ഒരു മിറർ ഫിനിഷ് kind of, which is not very popular here, and I'm also not very sure ട്ടോ. ഈ ബേബി ബോട്ടോക്സ് ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മേക്കപ്പ് ശരിക്കും അതിൻ്റെ മേലെ സ്റ്റേ ചെയ്യുന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. സോ there's a lot of discussion. Like bride എന്ന് പറയുന്നത് it's an altogether a different topic of discussion where എനിക്ക് ഞാനെപ്പോഴും ബ്രൈഡിൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം, ഈ മേക്കപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം അന്നത്തേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുന്നു, മെറ്റർ ചെയ്യുന്നു, അത് വേണ്ട. അന്നത്തേക്ക് ഒരു ദിവസത്തേക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ മതി. യു ഗൈസ് വിൽ മേക്ക് ദം ലുക്ക് ദി ബെസ്റ്റ്. പക്ഷെ അത് കഴിഞ്ഞിട്ടൊരു ജഡ്ജ്മെൻ്റൽ വീക്ക് ഉണ്ട്. വീട്ടുകാരും ഈ ലൈക്ക് ഇൻ ലോസ് ആൻഡ് എവ്രി വൺ ദേ സീ ദ ഗേൾ വിത്തൗട്ട് മേക്കപ്പ്. ലൈക്ക് യു നോ യു നീഡ് ടു ഹാവ് ദറ്റ് ഗുഡ് സ്കിൻ. ആ ഗുഡ് സ്കിൻ അറ്റൈൻ ചെയ്യണമെങ്കിൽ 10 ദിവസം മുന്നേ വന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു നല്ല സ്കിൻ ടൈപ്പിന് ഒരു ഗ്ലോ മാത്രമാണെങ്കിൽ ഐഡിയലി ഗിവ് us 45 days. ഒരു റീസർഫസ്ഡ് ആൻഡ് ഗുഡ് സ്കിൻ ടൈപ്പ് ആൻഡ് ഓൾ ദോസ് ദാറ്റ് ഫ്ലോലെസ് ഒരു ഫിനിഷ് കിട്ടാൻ വി നീഡ് 45 days. നോർമൽ സ്കിൻ
സ്കിൻ ടൈപ്പ്, നോർമൽ സ്കിൻ ടൈപ്പ്. acne prone, I think ആക്നെ ഒക്കെ ആണെങ്കിൽ ആക്നയുടെ ഒരു സിവിയറിറ്റി അനുസരിച്ചും അതിൻ്റെ കോസ് ഒക്കെ അനുസരിച്ച് ഹോർമോണൽ ആക്നെ ഒക്കെ ആണെങ്കിൽ വിൽ നീഡ് പ്രോബബ്ലി 3 months. ബട്ട് ലെറ്റ്സ് എ ഹോർമോണൽ ആക്നെ അല്ല, ഒരു ജനറൽ ഒരു ആക്നെ ടെൻഡൻസി ഒക്കെ ഉള്ള ഒരു സ്കിൻ ടൈപ്പ് ആണെങ്കിൽ വി വുഡ് ഐഡിയലി ആസ് അറ്റ്ലീസ്റ്റ് 2 months, 60 days തരാൻ പറയും. ഇനി ലേസർ ഹെയർ റിമൂവലും ഗ്രൂമിങ് പാർട്ടും ഒക്കെ അതിൻ്റെ ഇടയിൽ കയറി വരികയാണെങ്കിൽ ഗിവ് us 90 days. ഫേഷ്യൽ കോൺടോറിങ് മാത്രമാണെങ്കിൽ ഐഡിയലി 45 days is good enough. So ഇങ്ങനെ ഒരു സ്കെഡ്യൂൾ. So the brides, whenever they book you, I think they should actually come and have a discussion with us also. That this is the makeup artist. So makeup artist തന്നെ, let me ask you another question. ഇവരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടാണോ നിങ്ങൾ ഈ ഒരു സീറം, എനിക്കതിൽ വലിയ വിവരമില്ല എന്നാലും ഞാൻ ചോദിക്കുന്നത്, സീറം ഫൗണ്ടേഷൻ, ഈ മൂസ് ടൈപ്പ് ആൻഡ് those you know, I feel Huda Beautyയുടെ ഒരു പിഗ്മെന്റ് എല്ലാം മേ ബി നാർസിന്റെ Fidha has thick consistency, which is good for April. നമ്മൾ അങ്ങനെയാണ് we not also just skin type, not it's to the the skin, climate, how humid it is. ഇപ്പം ഏപ്രിലിന് we use completely different product. April July, we push August. airbrush. Yeah. April is our airbrush season. Yeah. Why is that? All weddings are indoors anyways, no? Most of them. It doesn't work like that. മലബാർ സൈഡിൽ mostly at home. The wedding happens at home. അവിടെ AC-യും വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, ഫാനും പ്രോപ്പർ ആയിട്ട് ഉണ്ടാവില്ല. അമ്പലത്തിലാണ് പരിപാടി കുറേ നേരം. ഹിന്ദു ബ്രൈഡ്സ് സ്റ്റാർട്ട് ദിയ ഇവന്റ് അറ്റ് അമ്പലം, പിന്നെ ഹാളിലേക്ക് എത്തുന്നുള്ളൂ. ബൈ ദ ടൈം ഈ ചൂടത്ത് ഏപ്രിൽ അമ്പലത്തിലെ വെഡിങ്ങും കഴിഞ്ഞ് ഹാളിലേക്ക് എത്തുമ്പോഴത്തേന് മേക്കപ്പ് പകുതി ഒലിച്ചു. So we have a different routine. So like you asked, skin type, yes, matters. You know, we don't have to essentially use ഇപ്പോൾ Huda Beautyന്റെ ഒറിജിനൽ ഫൗണ്ടേഷൻ. ഇപ്പം അവർക്ക് ഈസി ബ്ലർ ഒക്കെ കുറച്ചും കൂടി ലൈറ്റർ ആണ്. But the original is very thick. Very thick എന്ന് പറഞ്ഞാൽ and very long lasting and good for acne prone skin, but not necessary for clear skin. You know, it will make them cakey. Exactly. It will make them cakey. So അതിന് കുറച്ചും കൂടി ഒരു വാട്ടർ ബേസ്ഡ് ഫൗണ്ടേഷൻ, ഒരു ആ ഒരു നമ്മൾ, it all depends on how your face is. You cannot expect ഒരു no makeup look for everybody. And glass skin, of course, glass skin is not for everyone. One thing bride has to understand is you have to analyze, you have to, നമ്മൾ അവരെ കൺസൾട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും that you know നിങ്ങൾക്കിപ്പം പിഗ്മെൻറ്റേഷൻ കാണുന്നുണ്ട്, ആക്നി സ്കാർസ് കാണുന്നുണ്ട്. സോ നിങ്ങളെ റെഫറൻസുമായിട്ട് മാച്ച് ചെയ്യണമെങ്കിൽ നമ്മളെ ബേസ്, നമ്മളെ നാച്ചുറൽ, നമ്മളെ ബേസ് എന്താണ് നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പം മൈ സ്കിൻ, ഐ ഹാവ് ലോഡ് ഓഫ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ. ആക്നി എനിക്കൊരു ചാലഞ്ച് ഇല്ല, ബട്ട് മൈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഇസ്, ഐ ഹവ് ഡൺ കുറച്ച് ലേസർ ട്രീറ്റ്മെൻറ്റ്സ്, ഇറ്റ് ഹാസ് ഹെൽപ്ഡ് മീ. ഐ റിയലി ലവ് ദോസ് ലേസേഴ്സ്. അപ്പം ഇത് വെച്ചിട്ടേ നമുക്ക് റിസൾട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം അവർ പറയും, അയ്യോ എനിക്ക് ഫൗണ്ടേഷൻ വേണ്ട, എനിക്ക് കൺസീലർ യൂസ് ചെയ്താൽ മതി. Or a BB cream. Tint doesn't work. But it won't last. For me, it doesn't work. I cannot use a tinted moisturizer or a foundation. I and need on a the medium wedding coverage. day, even if the bride has a flawless skin, tint won't last. Clearly, yes. അപ്പം നമുക്ക് ടിന്റിനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. We have this but process they demand that tint മതി എന്നുള്ളത്. But can I be giving the benefit of the doubt, okay? നമ്മളെ പോലത്തെ ഈ ലേമാൻ മേക്കപ്പിനെ കുറിച്ച് അധികം അറിയാത്ത ആൾക്കാർക്ക് ടിന്റ് എന്ന് ഉദ്ദേശിക്കുന്നതും ചിലപ്പോൾ ഒരു നാച്ചുറൽ ഫിനിഷിന്റെ ഒരു സിനോണിം ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളും ആയിരിക്കാം. You know, so it's not necessary. They don't know, that is true. Because I'm sure that no bride wants to എന്താ പറയുക, look cakey or look probably half done. I'm really sure of the fact that they have something in their mind, but the language that they transfer don't want layers. പക്ഷേ അതും again, like I said, depends on how your skin is. നമുക്ക് ഒരൊറ്റ പ്രൊഡക്റ്റ് ഈവൺ ഔട്ട് ചെയ്യാൻ പറ്റുമോ നിങ്ങളെ സ്കിന്നെ? നിങ്ങൾക്ക് നേരത്തെ ട്രയൽ കൊടുത്തൂടെ? സോ ഈ അത് രണ്ട് കാര്യമുണ്ട് അതിൽ. ഒന്ന് നമ്മൾക്ക് അവർ അവൈലബിൾ ആയിരിക്കില്ല, ഒന്ന് നമുക്ക് ട്രയലിന് പറയുമ്പോൾ ചാർജ് ട്രയൽസേ ചെയ്യാൻ പറ്റുള്ളൂ. ഓൾ ദീസ് പ്രോഡക്ട്സ് വി ആർ യൂസിങ്, യു നോ, ഐ എം ഷുവർ യുവർ I know you guys have Chanel and Dior and all that. I know. So അതൊരു ട്രയലിന് ചാർജ് ചെയ്യുമ്പോൾ how much can we charge for a trial? And this trial will take ഒരു 40 to 1 hour of our time. And I don't think so, you know, we have the time, they have the time, and we cannot charge as much. And we offer half face trial ചെയ്താലും they want us to do the full face so that they can have a complete look how it goes. And look മനസ്സിലാവണമെങ്കിൽ മേക്കപ്പ് ചെയ്ത് മാത്രം കാര്യമില്ല. നിങ്ങൾ ആ ഡ്രസ്സ് ഇടണം, ആ മേക്കപ്പ് ഇടണം, ആ ജ്വല്ലറി ഇടണം, ആ മുടി ചെയ്യണം, എല്ലാം ചെയ്ത് നിങ്ങൾക്ക് ആ ലുക്ക് മനസ്സിലാവണമെങ്കിൽ ഫേസ് മാത്രം ചെയ്തിട്ട് യു വിൽ ഗെറ്റ് ഐഡിയ ഓഫ് ഓക്കെ ഈ ടോൺ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ആൻഡ് വിത്ത് എക്സ്പെർട്ടീസ് ഐ തിങ്ക് ബോത്ത് ഓഫ് us can say that, you know,
Alhamdulillah, we are able to pull it off even without a trial because we diagnose when they like you diagnose the skin, we diagnose the skin. എനിക്കൊന്ന് ടെക്സ്ചർ അല്ലാത്ത ബാക്കി എല്ലാം മേക്കപ്പ് വെച്ച് കവർ ചെയ്യാൻ പറ്റില്ല. For sure. Again, ടെക്സ്ചറിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഐ തിങ്ക് മൈ ബ്രൈഡ് നീഡ്സ് ടു കം ടു us and at least ഒരു 6 sessions ഒക്കെ മിനിമം ചിലപ്പോൾ വേണ്ട വരും. ടെക്സ്ചർ This ആണ്. is my personal opinion to my bride. This is a personal opinion, okay? So I would say regardless, you have normal skin, you have acne prone skin, whatever skin type you have, I am somebody who goes to a dermat and gets my treatments done. I'm not talking about severe face changing. That is my personal, അതും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എനിക്കിങ്ങനെ ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ചസ് അല്ല പുറത്ത്, ബിക്കോസ് ഏജിങ് ഉണ്ട്, പൊല്യൂഷൻ ഉണ്ട്, നമ്മളെ ലൈഫ് സ്റ്റൈൽ ഉണ്ട്. വി നോട്ട് പീപ്പിൾ ഹു ടേക്ക് കെയർ ഓഫ് അവർ സെൽഫ് എക്സ്റ്റെൻസീവ്ലി. സോ വൺസ് ഇൻ എ വൈൽ ഒരു മെഡിഫേഷ്യൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ലേസർ ടു റിമൂവ് സോ ദാറ്റ് ഐ ക്യാൻ എസെൻഷ്യലി decrease the amount of makeup I'm using, make my I'm 30, almost 33 now. I'm very comfortable with who I am. We were just talking about it yesterday that we would just put some lipstick and some eyebrow pen. I would go to work. Pandonna anganella, I have to have this much makeup on to go anywhere. Are you trying to say, to summarize, that these people have to really follow a routine? They can do it two ways. I do suggest brides to go to a doctor regardless of what skin type or what their condition is, and not just brides, everybody to have a dermat, somebody who you trust, right? അവിടെ ഒരു ഗ്രേ ഏരിയ ഉണ്ട്. കുറേ ആൾക്കാർക്ക് പേടിയാണ് ഒരു ഡെർമാറ്റിൻ്റെ അടുത്ത് പോകാൻ. റീസൺ ബീങ് അവർ ഓൾറെഡി കാണിച്ചിട്ട് ലൈക്ക് അവരുടെ റിലേറ്റീവ്സ് ആയിട്ടും ദേ മൈറ്റ് ഹാവ് കൺസൾട്ടഡ് ആൻഡ് ദേ മൈറ്റ് ഹാവ് ഗോട്ട് റിയാക്ഷൻ. പക്ഷേ ആ റിയാക്ഷനിൽ ദേ സ്റ്റോപ്പ്, ദേ ഡോണ്ട് വിസിറ്റ് ദ ഡോക്ടർ അഗൈൻ, ദേ ജസ്റ്റ് ഗെറ്റ് സ്കെയർഡ് ആൻഡ് ദേ സ്കെയർ ദ അതർ ബ്രൈഡ്സ്. ഒരു റിപ്പിൾ എഫക്റ്റ് ആണ്. ഇതെന്താ അറിയോ, ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെ. ആദ്യം നമ്മുടെ അടുത്ത് വരും, നമ്മളിത് തരുന്ന ഒരു കാര്യങ്ങളുണ്ടായിരിക്കും, ഇന്ന കാര്യങ്ങളൊക്കെ എൻ്റെ സ്കിന്ന് നന്നായിരിക്കണം, ഇന്ന രീതിയിലായിരിക്കണം, ഈ പറഞ്ഞ പോലെ കുറേ റെഫറൻസ് പിക്ചേഴ്സും കൊണ്ടുവരും. അതെല്ലാം ഐം ഷുവർ യു ഗൈസ് വിൽ ഓൾസോ ബി ഫേസിങ് ഓൾ ദിസ്. ഈ പറഞ്ഞ എൻ്റെ സ്കിൻ ഇങ്ങനെ ആയിരിക്കണം, ഈ ഗ്ലാസ് സ്കിൻ ആൻഡ് ഓൾ ദാറ്റ്. ഐ വാസ് ഇൻ കൊറിയ കപ്പിൾ ഓഫ് വീക്സ് ബാക്ക്. ട്രസ്റ്റ് മീ, അവിടെ ആരും സ്കിന്ന് വലിയ നല്ലതൊന്നുമല്ല. അവർ എനിക്കൊന്ന് ബ്യൂട്ടി ഫിൽറ്റേഴ്സാണ് തോന്നുന്നുണ്ട്. ലൈക്ക് ഷീറ്റ് മാസ്ക് ഒക്കെ എനിക്കൊന്ന് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. ദാറ്റ് ഇറ്റ്സെൽഫ് shows that it doesn't work. So many Instagram related ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസേജിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇവർ വരുന്നതായിരിക്കും. ഈ പ്രൊഡക്ട്സ് നിർത്തിയാൽ തന്നെ അവരുടെ സ്കിന്ന് നന്നാവും. ദാറ്റ്സ് an altogether a different topic. പക്ഷേ ബ്രൈഡ്സ് വരുമ്പോൾ ലെറ്റ്സ് സേ വി സ്റ്റാർട്ട് ഓഫ്, ഓക്കെ, കല്യാണത്തിന് മുന്നേ ഹൈഡ്രാഫേഷ്യൽ തന്നെ വി ഡിസൈഡ് ടു ഗോ അഹെഡ് ആൻഡ് ഡു ഇറ്റ് എന്ന് വരിക 2 weeks മുന്നേ. ഈ കല്യാണത്തിൻ്റെ ഡേറ്റിന് മുന്നേ അവർക്ക് ഹൽദി ആൻഡ് ലോട്ട് ഓഫ് ഫങ്ഷൻസ് അതായിരുന്നു. അപ്പോൾ ഹൽദിക്ക് ഈ എക്സ്ഫോളിയേറ്റ് ചെയ്ത് ഈ ഡൗൺ ടൈം നിൽക്കുന്ന സമയത്തായിരിക്കും മഞ്ഞൾ, ദെൻ ഇറ്റ് റിയാക്ട്സ്. ഓക്കെ, നോട്ട് ജസ്റ്റ് ദാറ്റ്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഈ കല്യാണ പെണ്ണ് ആയിക്കഴിഞ്ഞാൽ ലോട്ട് ഓഫ് DIY മാസ് കംസ് ഇൻ ടു പ്ലേ. ലൈക്ക് ഐ തിങ്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പല ആൾക്കാരും പറയും, മോളെ അരിപ്പൊടി ഉരച്ചാൽ മതി. എൻ്റെ നാട്ടിൽ ആ സമയത്ത് ഞാൻ മേല് മൊത്തം അരിപ്പൊടി ഉരച്ചിട്ടാണ് ഇത് എക്സ്ഫോളിയേറ്റ് ചെയ്ത്. സോ ഐ തിങ്ക് ഓൺ ടോപ്പ് ഓഫ് ഓൾ ദോസ് AHA, BHAs, they use manjala and all that, and they use all these scrubbing agents. Then they probably mightn't do bleach. That I definitely need to ask you about whether I'm sure that both of you guys own your own salon. Do you guys have bleach? Like, that is something that we are going to debate it out. Like, I hate bleaching, but is it still in demand? People, youngsters, brides of these generations still come and ask for bleach? We both do have bleach in our salon, but we always suggest detan. We do not endorse it. We tell them not to do it. No, why do you keep it then? Because of another topic which we need you to say, facial hair. Facial hair were, ഇപ്പം നമ്മുടെ നാട്ടിലത്തെ മലബാർ സൈഡ്, ഐ എം ടെല്ലിങ് യു, they are not ready to remove their facial hairs. Facial hair പോട്ടെ, മുസ്റ്റാഷ് റിമൂവ് ചെയ്യും. Yeah. മുസ്റ്റാഷ് അതാണ് മെയിൻ. പിടിക്കൂല മേക്കപ്പ് അതിന്റെ മേലെ എങ്ങനെ അത് മേക്കപ്പ് ഇട്ടാല് it is more visible. It is more visible with the makeup. Yes. And we cannot give you that flawless finish. It will look grey here. Forget about the sideburns. So what we do personally is ഈ ബ്ലീച്ച് എടുത്തിട്ട്, because we can't, അവർ നമ്മളോട് ചോദിക്കും മേക്കപ്പ് കയറി പോവാൻ, നല്ല ഭംഗിയിൽ കയറി പോവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബ്ലീച്ച് ചെയ്യുന്നു. No, bleach is still not helping. പക്ഷേ better than the black hair. Yeah, very thin layer to make the hair gold.
ആ ഒരു ഡേന് മാത്രമാണ്. ആൻഡ് വി ടെൽ ദം നിങ്ങൾ ആ ഫേഷ്യൽ ഹെയർ റിമൂവ്, ദെൻ ദേ വിൽ സ്റ്റാർട്ട് ആസ്കിങ് അഥവാ അത് കൂടിയെങ്കിലോ ഇത് കൂടോ. ഇറ്റ് ഈസ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ്. കാലിക്കറ്റ്, തൃശ്ശൂർ, കൊച്ചി, ട്രിവാൻഡ്രത്തൊക്കെ ക്ലിനിക്സ് ഉള്ളതുകൊണ്ട് ഞാൻ പറയാം മലബാർ ഏരിയയിലാണ് ആക്ച്വലി ഹെയർ റിമൂവൽ ലേസർ കുറവ്. ഐ കൻ അഗ്രി ടു വാട്ട് യു ഗൈസ് ആർ സേയിങ്. അവിടെ ഫേഷ്യൽ ഹെയർ റിമൂവൽ ഒരു ഗ്രൂമിങ് ആയിട്ടുള്ള ഒരു ദാറ്റ്സ് അനദർ തിങ്. ബട്ട് വൈ ഇസ് മൈ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ഫേഷ്യൽ ഹെയർ എസ്പെഷ്യലി ഒരു ഫേസ്, ഐ ഡോണ്ട് ഡു ലേസർ ഓർ എനി കൈൻഡ് ഓഫ് വാക്സിങ് ഒന്നും ഫേസിൽ ചെയ്യില്ല. ഐ യൂസ് എ ഫേസ് റേസർ ആൻഡ് റിമൂവ് ആസ് ഇൻ വെൻ നീഡഡ്. ഓക്കെ, ഫേസ് റേസർ നമ്മൾ എന്തെങ്കിലും ഒരു ഹൈഡ്രേറ്റ് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്തിട്ട് ഒരു അലോവേര എന്തെങ്കിലും ഇട്ടിട്ട് സെറ്റാക്കും. ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പേടി അത് 3 പ്രാവശ്യം ഷേവ് ചെയ്യുമ്പോൾ നമുക്ക് ആണുങ്ങൾക്ക് വരുന്നത് പോലെ വരും എന്നുള്ളതാണ്. ഫോർ മീ ഐ പേഴ്സണലി ടെൽ ഫേസ് റേസർ കുറച്ച് ഹോർമോണൽ ഇതും പിന്നെ ഫേഷ്യൽ ഹെയർ സ്ട്രോങ് ആയ ഫാമിലിയിൽ നിന്ന് വരുന്നതുകൊണ്ട് ഐ ക്യാൻ ടെൽ ഞാൻ റേസർ യൂസ് ചെയ്താൽ ഐ ഫീൽ ദ ഹെയർ ഇസ് തിക്കർ. അത് മാത്രമല്ല പുതിയ തിക്ക് ഹെയർ വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ട് when brides ask me, I can't tell them illa verula. I'm just, there is your experience is that yeah there's a lot of signs that it does not grow back for most of them. I don't think so. Pakshe I look at the brides adava meeting na vanna, if they have their hair kail hair undengil, seeing that hair I can tell a growth ഭയങ്കര thin ആയിരിക്കും. അപ്പോൾ ഐ ടെൽ നിങ്ങൾക്കെല്ലാം റിമൂവ് ചെയ്യാം, നിങ്ങൾക്ക് ചെറുങ്ങനെയാ വരുള്ളൂ, പ്രശ്നമില്ല. സോ ദിസ് ഈസ് വൺ വെരി ബിഗ് കൺസേൺ ഫോർ മീ. ഈ ഫേസ് റേസർ ശരിക്കും ഹെയർ ഗ്രോത്തിനെ തിക്കാക്കുന്നുണ്ടോ, ഓർ ഇസ് ഇറ്റ് ഇൻ ആ മൈൻഡ് ദാറ്റ് ഐ ഡു ത്രെഡിങ് ആൻഡ് ഫേഷ്യൽ വാക്സ്. No, laser hair removal കാലാണ്. Let's say you are not, അത് ഞാൻ another thing I tell the bride, നിങ്ങൾക്കിപ്പോൾ ഒരു 6-8 സെഷൻ ചെയ്യാനുള്ള സമയമില്ല. ഓക്കെ, ബട്ട് ടേക്ക് അറ്റ്ലീസ്റ്റ് ദറ്റ് 1 or 2 സെഷൻസ്. ബിക്കോസ് ഈ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ജഡ്ജ്മെൻ്റൽ വീക്കിൽ നിങ്ങൾക്ക് ഈ വിരുന്ന് സൽക്കാരത്തിനൊക്കെ പോകുന്ന സമയത്ത് ഒരിക്കലും ഒരു പാർലർ ചിലപ്പോൾ സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റില്ല. ആൻഡ് യു ഡോണ്ട് വാണ്ട് ടു ഹാവ് ദോസ് ഹെയർ വെൻ യു വാക്കിംഗ് അറൗണ്ട് ഇൻ യുവർ ഇൻലോസ് പ്ലേസ് ഇൻ ദ ഫസ്റ്റ് 2 weeks ആൻഡ് ഓൾ ദ ബിഫോർ യു ഗെറ്റ് റിയലി കംഫർട്ടബിൾ യു നോ. സോ അതുകൊണ്ട് എന്തുകൊണ്ട് 2 സെഷനെങ്കിലും ഹെയർ റിമൂവൽ ലേസർ എടുത്തു കഴിഞ്ഞാൽ ഡിലേഡ് ഹെയർ വരും. ഓക്കെ, ഇറ്റ് ഓൾസോ ഇറ്റ്സ് നോട്ട് ലൈക്ക് we are eliminating hair. You need to take about 6 to 8 sessions and all that. ഒരു ഹെയർ കംപ്ലീറ്റ്ലി ഒന്ന് റെഡ്യൂസ് ചെയ്ത് കിട്ടാൻ വേണ്ടി. ദർ ഇസ് നോ ഇനി ഹെയർ റിമൂവൽ ലേസർ ഇസ് ഓൾസോ എ മിത്ത്. അങ്ങനെ ഹെയർ റിമൂവ് ചെയ്ത് കിട്ടില്ല. ഇറ്റ്സ് എ ഹെയർ റിഡക്ഷൻ ലേസർ. പക്ഷേ ലെറ്റ്സ് 100 മുടിയിൽ ഒരു 2 ചിലപ്പോൾ ബാക്കി നിൽക്കുള്ളൂ. ആ 2 6-8 സെഷൻ എടുക്കേണ്ടി വരും. പക്ഷേ ഈ ബ്രൈഡ് എന്നുള്ള രീതിയിൽ ഒരു 2 സെഷൻ എടുക്കുമ്പോൾ തന്നെ ഡിലേഡ് ഹെയർ ഗ്രോത്ത് വരും. അതെങ്കിലും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം എന്ന് പറയും. ലെറ്റ്സ് നോട്ട്, ഈ റേസറിന്റെ വേറെ പ്രശ്നം വെച്ചാൽ മൈക്രോ എബ്രേഷൻ. ഇപ്പൊ ബ്രൈഡ് ആയി കഴിഞ്ഞാൽ ഞാൻ പറയും അത് റേസർ ഉപയോഗിക്കേണ്ടെന്നാ പറയാന്. കാരണം ആ എബ്രേഷനിൽ സ്കിന്ന് ഡ്രൈ ആവാം. നമ്മൾ സ്ക്രബ് ചെയ്യുന്നതിന്റെ നെക്സ്റ്റ് ലെവലാണിത്. ഈ ഒരു ഡെർമാ പ്ലെയിനിങ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സോ ആ ഒരു ദാറ്റ് ഈസ് അനദർ ടോപ്പിക് ഡോക്ടർ. ബിക്കോസ് ഇപ്പം a lot of makeup artists they have a razor, they use it for the brides. Yeah. Okay, പക്ഷേ US anywhere outside I think India or Kerala they need a license to do this. That, yes. പക്ഷെ നമ്മളെ നാട്ടില് ലൈക് മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെ ചിലപ്പോൾ ഹെയർസ് റിമൂവ് ബിക്കോസ് എന്താ അറിയോ, ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് നമുക്ക് ഇത് റിമൂവ് ചെയ്യല്ലാതെ നമ്മൾ ഒരിക്കലും, ഞാൻ പേഴ്സണലി പോയിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇന്ന് വരെ ഷേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യും? ഇൻ കേസ് ഓഫ് എമർജൻസി വി കീപ് ഇറ്റ്. അത് നമുക്ക് ശരിക്കും ലൈസൻസ്ഡ് അല്ലാണ്ട് നമ്മളെ നാട്ടിലല്ലാണ്ട് വേറൊരു കൺട്രിയിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റൂല. അതും ബ്രൈഡ്സ് നമ്മളോട് പറയും നിങ്ങൾ എടുത്തരോ. No, in fact, everybody. Yeah, I know these questions. In fact, ഒരു ബ്രൈഡ് എന്നുള്ള രീതിയിൽ അവർ ഗ്രൂമിങ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അവയർനെസ് തൊട്ട് തുടങ്ങണം. Then we become the touch point, and then finally before you have the bride with you, you need to clearly ask them that have they stopped all sort of exfoliants, active ingredients, on meeting your cosmetologist and all skincare treatments prior 3 weeks. As in 3 weeks മുന്നേ എങ്കിലും നിർത്തിയിട്ട് മേക്കപ്പിനായി കഴിഞ്ഞാൽ യെസ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ മേക്കപ്പ് കേക്ക് ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിൽ പിഗ്മെന്റ് മാറാതിരിക്കുക, അല്ലെങ്കിൽ ഡ്രൈ പാച്ച് പോലെ വരാതിരിക്കണം. അതിന്റെ കൾപ്രിറ്റ് നമ്മളോ മെയിൻലി കൾപ്രിറ്റ് നമ്മൾ. there's this tablet which all the dermats suggest, Isotret, Accutret, okay, Roaccutane and all that, yeah.
അപ്പം എന്താവാന്ന് പറഞ്ഞാൽ നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ എത്ര മോയ്സ്ചറൈസർ ഇട്ടാലും ഡ്രൈ മീൻസ് വി ടോൺ, വി ക്ലെൻസ്, സിറം, മോയ്സ്ചറൈസർ കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവും അതിങ്ങനെ എന്തോ വലിച്ച് കുടിച്ചെടുക്കുന്ന പോലെ വറ്റിയ പോലെ ഉണ്ടാവും സ്കിൻ. No, my God, I'm a little worried about these brides. Do they have an understanding that ഈ ഇങ്ങനത്തെ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ചൈൽഡ് ബർത്ത്? Yeah, that Do they know. they They tell us. Maybe. Most of the brides know it. Again, doctors പറയുന്നതെന്ന് പറഞ്ഞാൽ if you're having this tablet, if you're planning to conceive, wedding day ഒരു ദിവസം മുമ്പ് സ്റ്റോപ്പ് ചെയ്തു. No. ഒരു ദിവസം മുന്നൊന്നല്ലേ. ഓക്കെ, സോ ദ തിങ് അബൌട്ട് ദീസ് ടാബ്ലെറ്റ്സ്, ഞാൻ UK NHS വർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങാനും നമ്മളൊരു ഈ ഇങ്ങനത്തെ ടൈപ്പ് ടാബ്ലറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ, ലൈക്ക് ദീസ് ഐസോട്രേറ്റ് ടൈപ്സ് കൊടുക്കുകയാണെങ്കിൽ 20 മിനിറ്റ് മിനിമം കൗൺസിൽ ചെയ്യണം. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് അവൈലബിൾ ഓവർ ദി കൗണ്ടർ. ഞാൻ നാട്ടിൽ ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് ഇറ്റ്സ് ജസ്റ്റ് ഗിവൺ ലൈക്ക് ദിസ്. ആൻഡ് ഐ എം നോട്ട് ഈവൻ വെരി ഷുവർ ദാറ്റ് മോസ്റ്റ് ഓഫ് ദ ഡോക്ടേഴ്സ് ഡു ദേ കൗൺസിൽ ദെയർ പേഷ്യൻസ് ദാറ്റ് ഇതിങ്ങനെ കഴിക്കുന്നതിൽ കുറേ സൈഡ് എഫക്റ്റുകളുണ്ട്. ലിവർ ഭയങ്കര ടാക്സിങ് ആണ്, മൂഡ് സ്വിങ്സ്, ഐ ഡ്രോപ്സ് വരെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യണം ഈ ഒരു ടാബ്ലറ്റ് കഴിക്കാൻ. ബട്ട് വെരി ട്രിക്കി മാനേജ്മെൻ്റ് ആയിട്ട് ഞാൻ ആലോചിക്കുന്നത് ഈ ഡെർമറ്റോളജിസ്റ്റുകൾ ഇത് ഉള്ളുന്ന് ഈ ഒരു ഓയിൽ ഈ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോർസിന് ഡീഹൈഡ്രേറ്റ് ചെയ്ത് വെക്കും. So that is what the tablet does. Yes, exactly. അല്ലാതെ it's not like they see results. Of course, there is of course they see results. results. Definitely you see results. But is that a healthier way to do that? Trust me, നമ്മുടെ ക്ലിനിക്കിൽ അതില്ല. We don't sell that at all. So what is the acne treatment you would suggest we for suggest acne? Honestly, Depends on the acne type, but generally what is it? Okay, so ആക്നെയുടെ കോസിന് അനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, അതൊരു സിമ്പിൾ പ്രോഡക്റ്റ് മാറി ഇല്ലെങ്കിൽ ഒരു എക്സ്ഫോളിയൻറ്റ് കയറിയാൽ തന്നെ, ഒരു ആക്റ്റീവ്സ് കയറിയാൽ തന്നെ ട്രീറ്റബിളായി പോകുന്ന ആക്നേസ് ഉണ്ട്. സോ റൈറ്റ് ഫ്രം ദ ക്വാളിറ്റി ഓഫ് ദ സ്കിൻ ടു ദ പോർ നേച്ചർ, റൂട്ട് കോസ് ഓഫ് ദി ആക്നെ, ദ പ്രോഡക്ട്സ് ദാറ്റ് ട്രിഗേഴ്സ് യുവർ ഗട്ട് ഹെൽത്ത്, ഇതെല്ലാം ഈവൻ ഫേഷ്യൽ ഹെയർസ് ക്യാൻ ട്രിഗർ ആക്നെ. സോ എന്തിനനുസരിച്ചിട്ടാണ് നമ്മളൊരു ആക്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ആൻഡ് വെൻ എവർ വി ഡു ദിസ് ആൻഡ് പുട്ട് ദം ഓൺ സം ന്യൂട്രീഷൻ സപ്ലിമെൻറ്റേഷൻസ് ആൻഡ് ദാറ്റ്സ് ഇറ്റ്. You mean Stable, inside? like nutrition very, supplementations like vitamin C, glutathione, and those are things that will actually help ഒരു anti-inflammatory reactions ഒക്കെ കൺട്രോൾ ചെയ്യുന്ന. പക്ഷെ ഭയങ്കര ആക്നി പോൺ സ്കിന്നിനെല്ലാം ഞാൻ നല്ല മാറ്റം കണ്ടിട്ടുണ്ട് ഈ ടാബ്ലറ്റും. Of course, as long as the drug is there in your system. When you take the drug off your system, all this will come back. So അതിൻ്റെ സെയിം സെവിയറിറ്റിയിൽ തിരിച്ചു വരും. മേ ബി അതിൻ്റെ കൂടെ കറക്റ്റായിട്ടൊരു പ്രോഡക്ട്സ് ഒന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. മേ ബി നോട്ട് റൂട്ട് കോസിനനുസരിച്ചിട്ടാണ്. ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് എവർ ദ കോസ്, ഈ ടാബ്ലറ്റ്സ് വിൽ കൺട്രോൾ ഇറ്റ്. ഇഫ് ദ റൂട്ട് കോസ് ഇസ് അറസ്റ്റഡ് ഓൺ ദ ഗോ, വെൻ യു വിഡ്രോ ദ ഡ്രഗ് പ്രോബ്ലി ആ സിവിയറിറ്റിയിൽ വരണമെന്നില്ല. സോ ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് ശരിയല്ല. ഇറ്റ്സ് നോട്ട് റിയലി ദ റൈറ്റ് വേ ടു ഡു ഇറ്റ്. ദർ ആർ റിയലി ഗുഡ് വേ ഓർ റിയലി approachable, healthier way that you can control your acne. Even if you're having a hormonal imbalance, there are methodologies where you can control the pores in the right manner. അല്ലാതെ ഇങ്ങനത്തെ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഏജൻസി എടുക്കേണ്ട ആവശ്യം ഇല്ല. ബട്ട് ദിസ് ഇസ് വെരി പോപ്പുലർ നമ്മുടെ നാട്ടിൽ. ദിസ് ഡെഫിനറ്റ്ലി വിൽ എഫക്ട് യുവർ മേക്കപ്പ് ഓൾസോ. ബട്ട് ദേ ഹാസ് ടു. അപ്പോൾ അതിന് നിങ്ങൾ എന്താ ചെയ്യുക? One month before, please stop using it. So I don't even say that. I tell them because I don't know what exactly is the routine or the process or the treatment which is being taken. I tell them, please ask your doctor that my date is this exactly, so how long should I stop, which will not നമ്മളെ എൻ്റെ മേക്കപ്പിനെ എഫക്റ്റ് ചെയ്യാതെ നിൽക്കാൻ എത്ര മുന്നേ ഞാൻ ഈ മരുന്ന് നിർത്തണം എന്ന് സ്പെസിഫിക്കലി പറയും. പക്ഷേ ഡോക്ടേഴ്സ് അത് സമ്മതിച്ചില്ല. കാരണം എന്താ, ഇത് വിഡ്രോ ചെയ്ത് അപ്പം ആക്നെ വരും. So they don't want to be on that. Is there a way like brides or us, we can prevent acne causing things for the bride? Steroid creams, mometasone അല്ലെങ്കിൽ hydroquinone sort of things ഒക്കെയാണ് steroids comes into play. And I also give my clients only if last minute curry emergency, you know, they're putting some haldi on top of an exfoliant, it reacts, they come running to us. ഇല്ലെങ്കിൽ oh my god, ഏറ്റവും കൂടുതൽ ഞാൻ പാർലറുകാരെ കുറ്റം പറയുന്ന വേറൊരു കാര്യം എന്താ അറിയോ, ഒരു കാലത്തും ജീവിതത്തിൽ വാക്സ് ചെയ്തിട്ടില്ലെങ്കിലും ആ ബാക്ക് പോയിട്ട് വാക്സ് ചെയ്യുമ്പോൾ
ആക്നെ വരും, ഈ തരിതരിയായിട്ട് ആക്നെ വരും, അതിൻ്റെ പാട് വീഴുകയും ചെയ്യും. ആൻഡ് ദേ ആർ എക്സ്പെക്ടിങ് വൺ ടൈം ഒരു 2-3 ടൈംസ് ചെയ്യുമ്പോൾ സ്കിൻ അങ്ങനെ ഇമ്മ്യൂൺ ആവും, ബെറ്റർ ആവും. പക്ഷെ ആദ്യമായിട്ട് അതങ്ങനെ ചെയ്യുമ്പില്ലേ ബാക്ക് ആക്നെ വരും. സോ ഐ ഓൾവേസ് ടെൽ മൈ ക്ലയൻസ് നെവർ വാക്സ്. ക്യാൻ വി ഓൾ എഗ്രി അപ്പോൺ ഡൂയിങ് ഹെയർ റിമൂവൽ ലേസർ അറ്റ്ലീസ്റ്റ് വൺസ്? എന്നാലും പോയി ചെയ്യുന്നവരുണ്ട്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് another thing, ഇത് കല്യാണത്തിന് കാത്തിക്കണം ബോഡി വാക്സ് ചെയ്യാൻ, ഹാൻഡ് വാക്സ് വരെ ചെയ്യാൻ. ഈ അറ്റ്ലീസ്റ്റ് യുവർ ഹാൻഡ്സ് ഫുൾ, ലെഗ് ഫുൾ എല്ലാം ആദ്യമേ സ്റ്റാർട്ട് ചെയ്താൽ വെഡിങ് ഡേ യു ഡോണ്ട് ഹാവ് ടു ബെയർ ദാറ്റ് മച്ച് പെയിൻ. ഈ ഫസ്റ്റ് ടൈം എല്ലാം വെഡിങ്ങിന് വേണ്ടി വെക്കും, സ്കിൻ കെയർ വെഡിങ്ങിന് വേണ്ടി വെക്കും, വാക്സിങ് ജീവിതത്തിൽ ഫേഷ്യൽ ചെയ്തിട്ടുണ്ടാവില്ല. I want them also to have an understanding that ഇപ്പോൾ എല്ലായിടത്തും ഞാൻ പറയുന്ന ഒരു കാര്യം, ഒരു ഫേഷ്യൽ ലക്ഷക്കണക്കിന് ആൾക്കാർ, ഒരു പ്രോഡക്ട്സ് ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. Does not necessarily that if it works for you wouldn't work for me. My skin type might be completely different, and you might be the 1 in 100 who will get a reaction, and you are the bride, so you don't want to be the 1 in 100. Exactly. So it's a request. ഇത് കേൾക്കുന്ന എല്ലാവരോടും ഇത് വീണ്ടും എനിക്ക് സ്ട്രെസ് ചെയ്ത് പറയാനുള്ളത്, ഒരു കാലത്തും ഒരു കാര്യം ഒന്ന് ചെയ്തിട്ടില്ലെങ്കിലും മേക്കപ്പ് ആർട്ടിസ്റ്റ് നിങ്ങളന്ന് കല്യാണത്തിനൊന്ന് സേവ് ചെയ്യും. ഡു നോട്ട് കം ടു അസ് ദ ലാസ്റ്റ് മിനിറ്റ്, ബിക്കോസ് ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത് തന്നാൽ നിങ്ങളുടെ മേക്കപ്പിനെ ബാധിക്കുള്ളൂ. അല്ലാതെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഐ ഓൾവേസ് ഫീൽ ബാഡ് ദാറ്റ് ഇവിടെ തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് ദേ ഓൾവേസ് sit and say that മാമിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ മേക്കപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ടാണ് സ്കിൻ അങ്ങോട്ട് മോശമായി തുടങ്ങിയത്. അപ്പോൾ തടി തപ്പാൻ വേണ്ടി ഞങ്ങൾ പറയായിരിക്കും, ഓപ്പൺലി ഞാൻ പറയാം, ചിലപ്പോൾ മേക്കപ്പ് ബ്രഷ് ക്ലീൻ ആയിരിക്കില്ല. നിങ്ങളെ പോലത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ല ഞാൻ ഈ പറയുന്നത്. പറയാണ് ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് that you know if you don't we can talk about it because we know our hygiene, you know, routine. We have a routine, we are very proud of it, we are very careful. So let me ask you, I have another question then. ഈ back to back ഇപ്പോൾ പഴയ പോലെ അല്ല, മെഹന്തി, ഹൽദി, മറ്റ് സംഗീത്, കല്യാണം, reception and all, there's so many functions, no? So ഇതെല്ലാം അടുപ്പിച്ചുള്ള ഡേറ്റുകളല്ലേ. സോ ബാക്ക് ടു ബാക്ക് വെൻ യു ഗൈസ് പുട്ട് ദ മേക്കപ്പ്, ഇതിൻ്റെ റിമൂവൽ പ്രോസസ്സും നിങ്ങൾ പറഞ്ഞു കൊടുക്കുമോ? കാരണം ദാറ്റ് ഇസ് ഓൾസോ അനദർ ടോപ്പിക്, ബിക്കോസ് ഇത് റിമൂവ് ചെയ്യുന്നത് ആക്നെ പ്രോൺ സ്കിന്നിലോട്ട് കയറാം. ഒരു ആൽക്കഹോൾ വെറ്റ് വൈപ്സ് വെച്ചിട്ടാണെങ്കിൽ വീണ്ടും സ്കിന്ന് ഡ്രൈ ആവാം. അപ്പോൾ കാരണം എന്താ പറയുക, ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ ഒരു ബ്രൈഡിൻ്റെ മാനസികാവസ്ഥയാണ് ഒന്നുകിൽ എന്നെ ചീത്ത പറയണോ നിങ്ങളെ ചീത്ത പറയണോ. അതാണ് സത്യം. എൻ്റെ അടുത്ത് വന്ന് നിങ്ങളെ കുറിച്ച് കുറ്റം പറയുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ ഞങ്ങളെ കുറിച്ച് കുറ്റം പറയണ്ടോ. സോ ഇറ്റ്സ് ക്ലിയർലി ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഇറ്റ്സ് ദെയർ ജഡ്ജ്മെന്റ് ഓർ ദെയർ അൺഅവെയർനെസ് ദാറ്റ് ഇസ് ആക്ച്വലി ഗോയിങ് റോങ്. നമ്മൾ രണ്ടുപേരും എല്ലാം ഇവിടെ തെറ്റുന്നത്. അതുകൊണ്ട് ഐ എം ആസ്കിങ് യു അഗൈൻ, ഇസ് ദെയർ എ റൂട്ടീൻ ദാറ്റ് യു ഗൈസ് സജസ്റ്റ് ടു റിമൂവ് ദ മേക്കപ്പ്? Why are you guys giggling though? No, the thing is, again, kore brides to be honest, we are going to be honest, but I don't know how they're going to take it. But kore brides net remover undavula, wipes undavula, wet wipes undavula, ഒന്നും ഉണ്ടാവില്ല. ലൈക്ക് അവർ ഫസ്റ്റ് ടൈം ആയിരിക്കും. ബ്രൈഡ്സ് ആർ വെരി ലൈക്ക് യു നോ ഒരു ബേസിക് സെൽഫ് കെയർ. ലെറ്റ്സ് നോട്ട് ടോക്ക് അബൌട്ട് എ 10 step skin routine, right? And 100 types of makeup. Makeup is completely optional. It's personal choice. True. You don't have to own a lipstick also. But skin care എന്ന് പറയുന്നത്, in my opinion, you should have a basic CTM. അല്ലേ, ഒരു basic CTM. പക്ഷേ ട്രസ്റ്റ് മീ വെൻ ഐ ടെൽ യു ദർ ആർ സ്റ്റിൽ എ മൈനോറിറ്റി മെജോറിറ്റി എന്ന് പറയാൻ പറ്റില്ല, മെജോറിറ്റീൻ്റെ അടുത്തുണ്ട് ഒരു മൈനോറിറ്റി ഉണ്ട്. യാ ദാറ്റ്സ് ട്രൂ. ഒരു ഫേസ് വാഷ് കയ്യിലില്ല, റൈറ്റ്? നമ്മൾ we tell them, they're like, you know, അയ്യോ അതൊന്നും എൻ്റെ അടുത്തില്ല ഇല്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ പറയും നിങ്ങളുടെ അടുത്ത് വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടോ? അതെ, ബിക്കോസ് ഞാൻ ഭയങ്കര ഹോം റെമഡീൻ്റെ ആളാ. അപ്പോൾ ഹോം റെമഡിയിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ഐ ഫീൽ for my that skin causes acne. That is true. My skin, I tell them എൻ്റെ സ്കിന്നിന് വെർജിൻ കോക്കനട്ട് ഓയിൽ വർക്ക്സ് റിയലി വെൽ. അപ്പം യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. യാ, പക്ഷെ ഓയിലി സ്കിൻ ആണെങ്കിലാണ് പ്രശ്നം വരാം അവർക്ക്. ആൻഡ് ഈ കോക്കനട്ട് കാരണം ഇത് അത്യാവശ്യം നമുക്ക് റിമൂവൽ വേണം, ബിക്കോസ് നമ്മുടെ ബേസ് സെറ്റ് ആയിരിക്കും. ഈവൻ റിമൂവ്സ് ദ വാട്ടർ പ്രൂഫ്. ഇത് ബ്രേക്ക് ചെയ്യും. നമ്മൾ നല്ലോണം വെർജിൻ കോക്കനട്ട് ഓയിൽ പാരഷൂട്ട് എടുത്തിട്ട് മുഖത്ത് തേക്കാൻ പാടില്ല. വെർജിൻ കോക്കനട്ട് ഓയിൽ എടുത്തിട്ട് അതൊന്ന് ഇതാക്കുമ്പോൾ ഇറ്റ് വിൽ ബ്രേക്ക്. അത് കഴിഞ്ഞ ഫേസ് വാഷിൽ സോപ്പ് എടുക്കണം.
So first year soap ഇടുമ്പോൾ it's gonna make your skin very dry. pH balance, you know that. അപ്പം ഈ കോക്കനട്ട് റിമൂവ് ചെയ്യാനും നമുക്ക് എന്തെങ്കിലും ഒരു സോപ്പ് ഇല്ലാണ്ട് കോക്കനട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. My God, these are torture for a dermatologist. You know that, no? This is why we were looking at each other and laughing. Because what else can we say? അന്ന് പോയിട്ട് ഒരു ഫേസ് വാഷ് വാങ്ങാൻ പറയലോ അല്ലെങ്കിൽ ഫേസ് വാഷ് അതും ഇൻലോസിന്റെ അടുത്തേക്ക് ആയിരിക്കും പോവാ. Let me get the basics here. You mean to say that ഇപ്പോഴും ഈ ബ്രൈഡൽ മേക്കപ്പ് വന്ന് ചോദിക്കുന്ന കാറ്റഗറി ഓഫ് പെൺകുട്ടികൾ ഇപ്പോഴും ഫേസ് വാഷസ് ഉപയോഗിക്കുന്നില്ല? Like as in, not majority, I mean, there might be certain, despite of all these Instagram trying to push those skincare steps. So this is the only way you can help us, right? They have to understand that ഒരു സ്കിൻ കെയർ നിങ്ങൾക്ക് ഒരു നോർമൽ ഫേസ് ടൈപ്പ് ആണെങ്കിൽ നിങ്ങളൊരു സ്കിൻ കെയർ whatever works for you. Go to a doctor, basic things. Things like Cetaphil, I think you will also agree that mild, it's mild. It works for most of us. Yes. ഒരു ഫേസ് വാഷ്, ഒരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീൻ, അത് എല്ലാവരും കൺസിഡർ ചെയ്യണം. ഫേസ് വാഷ് ഇല്ലെങ്കിലും ആൾക്കാരുടെ അടുത്ത് സൺസ്ക്രീൻ ഉണ്ട്. സൺസ്ക്രീൻ അതിപ്പോ അത് I think it's been doing its rounds. Yeah. Glad. So this is where I'm telling you that നിങ്ങളത് കാണുമ്പോൾ maybe one way why they are overwhelmed honestly to go to a dermatologist because oversell ചെയ്യുന്നതാണ്. As in, വേണ്ടാത്ത കുറേ ട്രീറ്റ്മെന്റ്സ് വേണ്ടാതെ. This is the gray area. It's very aspirational for them. Exactly. All of a sudden they get to start doing a routine. And they are like, and very honestly, financial. As in, not everybody has the luxury to spend that kind of money on always, like, routine ആയിട്ട്. So ഒരു ഡെർമാറ്റിൻ്റെ അടുത്ത് പോകുമ്പം അവർക്ക് എന്താ ആവശ്യം എന്നുള്ളത് കറക്റ്റ് കൺസൾട്ട് ചെയ്തിട്ട് ഒരു ബേസിക് റൂട്ടീൻ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേവ് ആവും ഓൺ ദ ബിഗ് ഡേ. ദേ നോ ദേ ആർ ഒരു ബേസിക് റൂട്ടീൻ. ഓക്കെ ഒരു 8 മാസം മുന്നേ ഡോക്ടറെ കണ്ടു, ഒരു ബ്രൈഡാന്ന് വിചാരിച്ചോ, നമ്മളെ ബുക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വന്ന് കണ്ടു. യു പുട്ട് ഹർ ഇൻ എ ബേസിക് CTM പ്ലാൻ, whatever works for her. ആവശ്യമുള്ള എന്തെങ്കിലും ഒരു സിറമും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് you tell them in 3 months you come back for this routine. Exactly അത് കഴിഞ്ഞ് what we 2 months you come back for this routine. You are done. Win-win for both of us.